ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ ബിസിനസ് സ്റ്റഡീസിലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ഞാൻ ഇന്നോടെ ഡിസ്കസ് ചെയ്യുന്നത്. എമർജിംഗ് മോഡ്സ് ഓഫ് ബിസിനസ് എന്ന ഈ ഒരു ചാപ്റ്ററിലെ ഏകദേശം 6 മാർക്കാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. സോ ആ ഒരു ഇമ്പോർട്ടൻറ്റ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെ ഏരിയകൾ നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ബിസിനസ് എന്ന ഏരിയ ഉണ്ട്, അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കുക, അതിൻ്റെ ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചെടുക്കുക. പിന്നെ ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസൺ ഉണ്ട്, അതിൽ ഡിഫറൻസ് ഉണ്ട്, അതും പഠിച്ചിരിക്കുക. പിന്നെ സ്കോപ്പ് ഓഫ് ബിസിനസ്സും വരുന്നുണ്ട്. ഓക്കെ, ഈ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സും വരുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വണ്ണായിട്ട് ഈ ബിസിനസ് എന്താണെന്ന് നിങ്ങൾ അറിയണം അല്ലേ. ഈ ബിസിനസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ കണ്ടക്ട് ഓഫ് ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് യൂസിങ് ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് എന്താണ് ബിസിനസ്സുകൾ നടത്തുക അല്ലേ. ആ പേരിൽ തന്നെ ഉണ്ട് ഈ ബിസിനസ് അല്ലേ, ഇലക്ട്രോണിക് ബിസിനസ് അല്ലേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ യൂസ് ചെയ്തിട്ട് കണ്ടക്ട് ഓഫ് ഇൻഡസ്ട്രി ട്രേഡ് ആൻഡ് കൊമേഴ്സ് നടത്തുന്നതിനെയാണെന്ന് പറയുന്നത് ഈ ബിസിനസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബിസിനസ്സും ഈ കൊമേഴ്സും ഒരുപോലെയാണോ മീനിങ് വരുന്നത് എന്നുള്ള പലർക്കും ഡൗട്ട് ഉണ്ട്. എന്നാൽ ഇത് രണ്ടും വ്യത്യസ്ത മീനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം അല്ലേ. ഈ ബിസിനസ് ഈസ് എ ബ്രോഡ് ടേം ആൻഡ് ഇൻക്ലൂഡ് ഇ കൊമേഴ്സ് അല്ലേ. ഈ ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ളൊരു ഏരിയ ആണ്, ഒരു ബ്രോഡായിട്ടുള്ളൊരു ടേമാണ്. അതിൽ പെടുന്ന ഒരു ഭാഗം മാത്രമാണ് എന്ത് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇ കൊമേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇ കൊമേഴ്സ് മീൻസ് ബൈയിങ് ആൻഡ് സെല്ലിങ് ഓഫ് ഗുഡ്സ് ഓൺലൈൻ അല്ലേ. സാധനങ്ങൾ വിൽക്കുക, വാങ്ങുക, ഓൺലൈൻ വഴി സാധനങ്ങൾ വാങ്ങുക, വിൽക്കുക എന്നുള്ളൊരു മീനിങ് മാത്രമേ എന്തിൽ വരുന്നുള്ളൂ? ഈ കൊമേഴ്സിൽ വരുന്നുള്ളൂ. എന്നാൽ ഈ ബിസിനസ് എന്താ പറയുന്നത്? ബട്ട് ഈ ബിസിനസ് ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി ഇ കൊമേഴ്സ്. ഇ കൊമേഴ്സ് മാത്രമല്ല ഈ ബിസിനസ്സിൽ ഉൾപ്പെടുന്നത്. പിന്നെ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഫങ്ഷൻസ് ലൈക്ക് പ്രൊഡക്ഷൻസ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്, അക്കൗണ്ടിങ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എക്സെട്ര. ഇക്കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വൈഡായിട്ടൊരു ഏരിയ ആണെന്ത് ഈ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ബിസിനസ്സിൻ്റെ ഏരിയയിൽ വരുന്നത്. ഇതിൻ്റെ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു ഓൾറെഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഏകദേശം 4-3 മാർക്കിന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? ഈസി ടു ഫോർമേഷൻ അല്ല. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഫോം ചെയ്യാൻ പറ്റും. ഈ ബിസിനസ് ഇസ് റിലേറ്റീവ്ലി ഈസി ടു സ്റ്റാർട്ട് ആൻഡ് ഇൻവെസ്റ്റ് റിക്വയർഡ് ഈസ് ലോ അല്ലേ. ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ് ഈസ് ലോ. അതായത് ഇത് ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതിന് മുടക്കേണ്ട ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? വളരെ കുറവാണ് അല്ലേ. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് എന്താ? കൺവീനിയൻസ് അല്ലേ. നമുക്ക് എന്താ പറ്റും? അതിൻ്റെ സർവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസുകൾ 24 മണിക്കൂർ, ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൈലബിൾ ആവും അല്ലേ. നമുക്കതിൻ്റെ കസ്റ്റമർ സർവീസ് പോലും നമുക്ക് എന്താണ് അവൈലബിൾ ആകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് എന്താ? സ്പീഡ്. ട്രഡീഷണൽ ബിസിനസ്സിനെ അപേക്ഷിച്ച് ഈ ബിസിനസ്സിനുള്ള ഏറ്റവും വലിയ ഒരു ക്വാളിറ്റിയാണ് എന്ത്? സ്പീഡ്. അതിൻ്റെ സ്പീഡിലെ നമുക്കൊരൊറ്റ ക്ലിക്ക് വഴി അല്ലെങ്കിൽ മാർക്ക് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പ്രൊഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാൻ പറ്റും അല്ലേ. ആ ഒരു ഏരിയയാണ് സ്പീഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർത്ത് എന്താ? ഗ്ലോബൽ റീച്ച്. നമുക്ക് ഗ്ലോബലി അല്ലേ, വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് എന്ത് സാധനവും സേവനങ്ങളും എന്ത് ചെയ്യാൻ പറ്റും? മേടിച്ചെടുക്കാൻ പറ്റും അല്ലേ. അതിൻ്റെ റീച്ച് എന്താണ്? ഗ്ലോബൽ. ഒരു ബൗണ്ടറി ഒന്നുമില്ല അല്ലേ. നമുക്കതിൻ്റെ ഇൻ്റർനെറ്റിന് എന്താണ്? ബൗണ്ടറീസ് ഒന്നുമില്ല. നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നുകൊണ്ടും ആ സാധനത്തെക്കുറിച്ച് അറിയാനും മേടിച്ചെടുക്കാനും പറ്റും. ആ ഒരു ഏരിയയാണ് ഗ്ലോബൽ റീച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് എന്താ? മൂവ്മെൻറ്റ് ടുവാർഡ്സ് എ പേപ്പർലെസ് സൊസൈറ്റി അല്ലേ. നമ്മുടെ പേപ്പർ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡ്യൂസ് ആവുന്നുണ്ട് അല്ലേ, കുറയുന്നുണ്ട് അല്ലേ. എന്താണ്? നമ്മൾ ഓൺലൈൻ വഴി അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക്കൽ യൂസേജ് ആയതുകൊണ്ട് നമുക്ക് പേപ്പറിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. പേപ്പർലെസ് ആയിട്ടുള്ള സൊസൈറ്റിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. 5 പോയിൻറ്റ്സുകളുണ്ട്. ഈസി ആയിട്ട് എല്ലാവരും പഠിച്ചെന്ന് കരുതുന്നു. അതിൻ്റെ ലിമിറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്താണ്? ലോ പേഴ്സണൽ ടച്ച് അല്ലേ. നമുക്ക് അതിൻ്റെ പേഴ്സണലായിട്ട് അതിനെ ടച്ച് ചെയ്യാനും അതിനെക്കുറിച്ച് അറിയാനും ഉള്ള സാധ്യതകൾ ഈ ബിസിനസ്സിൽ വളരെ കുറവാണ് അല്ലേ. ഈ ബിസിനസ് ലാക്ക് ഓഫ് വാംത്ത് ഓഫ് ഇൻ്റർപേഴ്സണൽ ഇൻട്രാക്ഷൻസ് അല്ലേ. ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് അവിടെ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ എന്താ? ഫസ്റ്റ് വൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് വൺ എന്താ? ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ആൻഡ് ഗിവിങ് ആൻഡ് ഓർഡർ ഫുൾഫിൽമെൻറ്റ് അല്ലേ. നമുക്ക് സാധനങ്ങൾ കയ്യിൽ കിട്ടാൻ അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട് അല്ലേ. നമ്മളൊരു കടയിൽ പോയിട്ട് സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ? ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി ആ ഒരു സാധനം നമ്മുടെ പേരിലായി കഴിഞ്ഞു. എന്നാൽ ഓൺലൈൻ അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്പം തന്നെ നമുക്ക് ആ സാധനം കിട്ടില്ല. കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ട്, അത് പ്രോസസ്സായിട്ട് വരാൻ. ഓക്കെ, ആ ഒരു ഏരിയയാണ് സെക്കൻഡ് പോയിന്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. തേർഡ് എന്താ? നീഡ് ഫോർ ടെക്നോളജിക്കൽ ക്യാപ്പബിലിറ്റി ഓഫ് പേപ്പർ
parties to e-business അല്ലേ. The parties of e-business should be familiar with the use of computer and the internet അല്ലേ. ആ കമ്പ്യൂട്ടറിനും ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള യൂസേജ്, അതിനെക്കുറിച്ചുള്ള ഐഡിയ, അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായ ഒരാൾക്ക് മാത്രമേ ഈ ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അറിവ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് അറിയാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് യൂസ് ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റില്ല. സോ അതെന്താണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാം. ഫോർത്ത് പോയിന്റ് എന്താ, ഇൻക്രീസ്ഡ് റിസ്ക്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു നോ ദ ഐഡൻറ്റിറ്റി ഓഫ് പാർട്ടീസ്. വൺ ഡസ് നോട്ട് നോ ദ ലൊക്കേഷൻ ഫ്രം വെയർ ഈ പാർട്ടീസ് ആർ ഓപ്പറേറ്റിംഗ് അല്ലേ. അതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ എവിടെ നിന്നാണ് നടക്കുന്നത്, ഇതിങ്ങനെ ഒരു സാധനം ഉണ്ടോ അല്ലേ. ഓൺലൈൻ ഈ ബിസിനസ് ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. ഇത് ജെനുവിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് എവിടെ നിന്നാണ് ഇത് ഉണ്ടാക്കുന്നത്, അതിനെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊന്നും നമ്മളെ കയ്യിലുണ്ടാവില്ല, നമുക്കതിനൊരു പേടിയുണ്ട്, അവിടെ ഒരു റിസ്ക് കൂടുതലാണ്. സോ അതാണ് ഫോർത്ത് പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫിഫ്ത്ത് എന്താ, പ്യൂപ്പിൾ റെസിസ്റ്റൻസ്. ദ പ്രോസസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ടു ന്യൂ ടെക്നോളജി ആൻഡ് ന്യൂ വേ ഓഫ് ഡൂയിങ് തിങ്സ് കോസ് സ്ട്രെയിൻ ആൻഡ് സെൻസ് ഓഫ് ഇൻസെക്യൂരിറ്റീസ് അല്ലേ. അതായത് പുതിയ ടെക്നോളജികളുടെ അതിനെക്കുറിച്ചുള്ള അറിവുകളില്ലെങ്കിൽ, ആ ടെക്നോളജീസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിവില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇൻസെക്യൂരിറ്റീസ് അവിടെ കൂടാൻ ചാൻസ്. നമ്മൾ ഇതിലൊക്കെ പോയാൽ നമ്മുടെ പൈസ പോവുമോ, ഇതൊക്കെ ഫേക്കാണോ, നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ള ഇൻസെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു പേടി നമ്മുടെ ഉള്ളിൽ എന്താവും, കൂടാൻ ചാൻസ് ഉണ്ട്. അതൊരു ഡീമെറിറ്റ് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനായിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ട്രഡീഷണൽ ബിസിനസ്സും ഈ ബിസിനസ്സും തമ്മിലുള്ള കമ്പാരിസൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ക്വസ്റ്റ്യൻ മാർക്ക് പേപ്പറുകളിലും കയറി വരുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോർമേഷൻ എങ്ങനെയാണ്, ട്രഡീഷണൽ ബിസിനസ് നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഉണ്ടാക്കി വരാൻ അല്ലേ. ഒരു കടയൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് അത് ഉണ്ടാക്കി വരാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്നാൽ ഈ ബിസിനസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. ഫിസിക്കൽ പ്രസൻസ് എന്താണ്, ട്രഡീഷണൽ ബിസിനസ്സിൽ ആവശ്യമാണ് അല്ലേ. ഫിസിക്കലായിട്ട് ഒരാളുടെ അല്ലെങ്കിൽ ഒരു പ്രസൻസ് അവിടെ ഉണ്ടാവണം അല്ലേ. എന്നാൽ ഈ ബിസിനസ്സിൽ അതിൻ്റെ കാര്യമൊന്നുമില്ല അല്ലേ. നമുക്ക് ഓൺലൈൻ വഴി ആയതുകൊണ്ട് എല്ലാം എന്താ സ്ക്രീനിൽ നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫിസിക്കലായിട്ടൊരു അപ്പിയറൻസിൻ്റെ അവിടെ കാര്യമൊന്നുമില്ല. തേർഡ് എന്താ, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്താണ്, ട്രഡീഷണൽ ബിസിനസ് വളരെ കൂടുതലായിരിക്കും, എന്നാൽ ഈ ബിസിനസ്സിന് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ കുറവാണ് അല്ലേ. നമുക്ക് ഈസി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഫോർത്ത് പോയിന്റ് എന്താ, ഓപ്പർച്യൂണിറ്റി ടു എൻ്റെ പേഴ്സണൽ ടച്ച്. അതായത് ട്രഡീഷണൽ ബിസിനസ്സിലാണ് നമുക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ് അല്ലേ. പേഴ്സണലായിട്ട് നമുക്ക് അതിനെ കാണാനും പിടിച്ചെടുക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോവുകയാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് നമുക്കൊന്ന് നോക്കാം, ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കാം അല്ലേ. പക്ഷേ ഒരു ഈ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകൾ എന്തായിരിക്കും, കുറവായിരിക്കും. അതിനെക്കുറിച്ച് പേഴ്സണലി നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും. നെക്സ്റ്റ് എന്താ, സെറ്റിംഗ് അപ്പ് കോസ്റ്റ് അല്ലേ. സെറ്റ് ചെയ്യാനുള്ള കോസ്റ്റുകൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും അല്ലേ. സെറ്റ് ചെയ്തെടുക്കാനുള്ള ആ ഒരു ബിസിനസ് സംരംഭം സെറ്റ് ചെയ്തെടുക്കാനുള്ള കോസ്റ്റ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഈ ബിസിനസ് നമുക്ക് എന്താണ്, കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഓക്കെ, ബിസിനസ് എക്സ്പാൻഷൻ ഡിഫിക്കൽട്ടാണ് അല്ലേ. ട്രഡീഷണൽ ബിസിനസ്സിൽ എന്താണ്, ബിസിനസ്സുകളിൽ അപ്ഗ്രഡേഷൻസ് കൊണ്ട് അല്ലെങ്കിൽ എക്സ്പാൻഷൻസ് നടത്തുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. എന്നാൽ ഈ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ എക്സ്പാൻഷൻ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും. ഓക്കെ, വെരി മച്ച് പോസിബിൾ, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്താൻ പറ്റും. ഫിസിക്കൽ എക്സാമിനേഷൻ ഓഫ് ഗുഡ്സ് അല്ലേ. ഫിസിക്കലി അതിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ അതിൻ്റെ രൂപം, ആകൃതി എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനും പറ്റും, കാണാനും പറ്റും. എവിടെയാണെങ്കിൽ ട്രഡീഷണൽ ബിസിനസ്സിലാണെങ്കിൽ അത് പോസിബിളാണ്. ഈ ബിസിനസ്സിലാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഏകദേശം ഐഡിയ ഉണ്ടാവുള്ളൂ, അതിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, പിന്നെ എന്താ, നേച്ചർ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബയ്യർ ആൻഡ് സെല്ലർ അല്ലേ. ബയ്യർ തമ്മിലുള്ളൊരു ഡയറക്റ്റ് കോണ്ടാക്ട് അവിടെ ഉണ്ടാവും, ട്രഡീഷണൽ ബിസിനസ്സിലുണ്ടാവും. എന്നാൽ ഓൺലൈൻ ബിസിനസ്സിന് അല്ലെങ്കിൽ ഈ ബിസിനസ്സിൽ അങ്ങനെ ഒരു ഡയറക്റ്റ് ആയിട്ടൊരു കോണ്ടാക്ട് ഉണ്ടാവില്ല, അവിടെ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് ആയിരിക്കും. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്, അതിൻ്റെ ഡിഫറൻസ് ആയിട്ട് വരുന്നത്. അത് ഈസി ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കി കരുതുന്നു. ഓക്കെ, നെക്സ്റ്റ്, സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്. ഈ B2B കൊമേഴ്സ് എന്ന് പറഞ്ഞ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കാണുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് B2B കൊമേഴ്സ്? ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് എൻ്റർപ്രൈസ് ഇലക്ട്രോണിക്കലി ഈസ് കാൾഡ് B2B ട്രാൻസാക്ഷൻസ് അല്ലേ. എക്സാമ്പിൾ എന്താ, പ്ലേസിങ് ഓർഡർ വിത്ത് സപ്ലൈസ് അല്ലേ. അതായത് ബിസിനസ്സും തമ്മിൽ ഇലക്ട്രോണിക്കൽ എന്ത് ചെയ്യുക, ട്രാൻസാക്ഷൻസ് നടത്തുക അല്ലേ. ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് എന്നൊരു ബിസിനസ് ഉണ്ട്, ഒരു സപ്ലൈസ് ഉണ്ട് അല്ലേ. മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുക, സാധനങ്ങൾ സപ്ലൈസിന് കൈമാറ്റം ചെയ്യുക. എങ്ങനെ, ഇലക്ട്രോണിക്കലി വഴി ഓർഡറുകൾ വാങ്ങുക അല്ലേ. നമ്മളെന്താ, ഒരു ബിസിനസ് ഈ ഒരു ബിസിനസ്സിൽ നിന്ന് സാധനങ്ങൾ ഓർഡർ ചെയ്യുക അല്ലേ. ഇലക്ട്രോണിക്കലി എന്ത് ചെയ്യുക, ഇലക്ട്രോണിക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഓൺലൈൻ വഴി എന്ത് ചെയ്യുക, ഓർഡർ ചെയ്യുന്നതിനെയാണ് എന്താ പറയുന്നത്, ബിസിനസ് ടു ബിസിനസ് കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ, B2C കൊമേഴ്സ്, ബിസിനസ് ടു
കൺസ്യൂമേഴ്സ് അല്ലേ. എന്താ ബിസിനസ് ടു കൺസ്യൂമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദിസ് ഈസ് എ ട്രാൻസാക്ഷൻ ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് കൺസ്യൂമേഴ്സ്. എക്സാമ്പിൾ എന്താ? കൺസ്യൂമേഴ്സ് പ്ലേസ് ആൻഡ് ഓർഡർ ഓൺലൈൻ അല്ലേ. നമ്മളിപ്പോൾ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ ആമസോണിൽ നിന്നോ ഒരു സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്യാം. നമ്മൾ കൺസ്യൂമേഴ്സ് ആണ്. നമുക്കൊരു സാധനം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് ഓർഡർ ചെയ്ത് മേടിക്കും അല്ലേ. ബിസിനസ്സിൽ നിന്ന് എന്ത് ചെയ്യും? അത് ഓർഡർ ചെയ്ത് മേടിക്കും. അതാണ് ബിസിനസ് ടു കൺസ്യൂമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ? ഇൻട്രാ ബി കൊമേഴ്സ്. അതായത് ഒരു ബിസിനസ്, ഒരു ഓർഗനൈസേഷനിൽ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. പ്രൊഡക്ഷൻ, മാർക്കറ്റിംഗ്, അങ്ങനെ പല പല ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റ് തമ്മിൽ എന്ത് ചെയ്യുക? ഇൻട്രാക്ട് ചെയ്യുക അല്ലേ. ഇലക്ട്രോണിക്കലി അല്ലെങ്കിൽ ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസ് നടത്തുകയാണ് അല്ലേ. എങ്ങനെ? ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. അതിനെയാണ് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് ഉദ്ദേശിച്ചത്. ഇൻട്രാ എന്ന് ഉദ്ദേശിച്ചാൽ ഉള്ളിൽ നിന്ന ആ മീനിങ് ആണ് വരുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ വരുന്ന ഇലക്ട്രോണിക് ട്രാൻസാക്ഷൻസിനെയാണെന്ന് പറയുന്നത് ഇൻട്രാ ബി കൊമേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താ? C2C കൊമേഴ്സ്, കൺസ്യൂമേഴ്സ് ടു കൺസ്യൂമേഴ്സ് അല്ലേ. അതായത് നമുക്കൊരു OLX ഒക്കെ എക്സാമ്പിൾ പറയാം അല്ലേ. OLXലൊക്കെ എന്താണ്? കൺസ്യൂമേഴ്സ് മറ്റൊരു കൺസ്യൂമേഴ്സിന് തന്നെയാണ് സാധനങ്ങൾ വിൽക്കുന്നത് ഓൺലൈൻ വഴി അല്ലേ. അതായത് ഇല്ലേ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ്? ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ എ കൺസ്യൂമർ ആൻഡ് അനദർ കൺസ്യൂമർ അല്ലേ. ഒരു കൺസ്യൂമർ മറ്റൊരു കൺസ്യൂമറിനൊക്കെ എന്താണ്? ഇലക്ട്രോണിക്കലി ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്താണ്? സാധനങ്ങൾ, ഗുഡ്സുകൾ വിൽക്കാൻ യൂസ് ചെയ്യുകയാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഈസി ആയിട്ട് പഠിച്ചെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.